UDF പ്രവേശനം തള്ളുകയാണ് കേരള കാമരാജ് കോൺഗ്രസ് അധ്യക്ഷൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. അസോസിയേറ്റ് അംഗമാക്കാനുള്ള UDF തീരുമാനം പാളുകയാണ്. താൻ UDFന് അപേക്ഷ നൽകിയിട്ടില്ല എന്നും ഉണ്ടെങ്കിൽ കത്ത് പുറത്തുവിടട്ടെ എന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പ്രതികരിച്ചു. ഞാൻ അവരുടെ ആളുകളുടെ അതിർത്തിയാണോ എന്നൊക്കെ സ്നേഹത്തോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതിന് എനിക്ക് മറ്റൊന്നിലേക്ക് ചാടിപ്പോവാനുള്ള അതിർത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. എന്നെപ്പോലെ ഒരാൾക്ക് അതിൽ ചെന്നെത്തിയാൽ നിൽക്കാൻ എത്ര ദിവസം കഴിയും എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഇപ്പോൾ നിലവിൽ രാജീവ് ചന്ദ്രശേഖർ എന്നെ പരിഗണിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഞാനത് പോകാൻ തയ്യാറല്ല. കാരണം ഈ ഇലക്ഷൻ്റെയൊക്കെ പ്രധാന ചില കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാപട്യം കാണിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ BJPയുടെ മുമ്പൊന്നുമല്ല. ഈ കുട്ടിക്കാലം മുതൽ ഞാനൊരു സ്വയംസേനാണ്. എന്നെ വളർന്നതും വളർത്തിയൊക്കെ അവരാണ്. അവരുടെയെങ്കിലും ഒരു അറിവ് ഞാൻ എങ്കിലും നേടണ്ടേ? അല്ല ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോകും. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്തേ. പ്രശാന്ത് കൃഷ്ണവരങ്ങളുമാണ്. പ്രശാന്ത്, എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കാമരാജ് കോൺഗ്രസിനെ UDFന്റെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാമെന്ന തീരുമാനത്തിലേക്ക് UDF യോഗം എത്തിയത്? അതേസമയം കത്ത് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹവും പറയുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണ് രാഷ്ട്രീയ നീക്കം? NDA വിടുന്നില്ല എന്ന് പറയുമ്പോഴും കേരള കാമരാജ് കോൺഗ്രസിന്റെ നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ NDAയിൽ പൂർണ്ണമായും അതൃപ്തനാണ്. NDA നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ BJP നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ UDFിലേക്കില്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് NDAക്കകത്ത് താൻ അതൃപ്തനാണ്. NDA മുന്നണിയിൽ നിന്ന് കാമരാജ് കോൺഗ്രസിനും മറ്റു ഘടകകക്ഷികൾക്കും ഒരു കാര്യമായ ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്ന പരാതി ഈ രമേശ് ചെന്നിത്തലയോടും തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടും VD സതീശനോടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴുമുള്ള സംഭാഷണത്തിൽ ഒരു 3 മാസം മുമ്പ് വരെ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് പോലെ മുന്നണിയിലേക്ക് എടുക്കണം, UDFന്റെ മുന്നണിയുടെ ഭാഗമാക്കണമെന്ന രേഖാമൂലം ഒരു കത്ത് താൻ നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കത്ത് പുറത്തുവിടണമെന്ന് പറയുന്നു. പക്ഷേ എന്തായാലും ഇതിൽ നിന്ന് NDAക്കകത്ത് താൻ അതൃപ്തനാണ് എന്ന് പറയുകയും UDF മുന്നണിയിൽ നിന്ന് തനിക്ക് അസോസിയേറ്റ് അംഗമാകാനുള്ള ക്ഷണമുണ്ട് എന്ന് പറയുമ്പോൾ NDAക്കകത്ത് അദ്ദേഹം ഒരു വിലപേശൽ നടത്തുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി അദ്ദേഹത്തിന് ഒരുങ്ങി കിട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. തീർച്ചയായും ഈ കാമരാജ് കോൺഗ്രസ് നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ VSDPയുടെ ചെയർമാൻ കൂടിയാണ്. നാടാർ സമുദായത്തിന്റെ സംഘടനയാണ് VSDP. അപ്പോൾ VSDP ഒരു നിലപാടെടുത്തിരിക്കുന്നത് BJPയുമായി അകലം പാലിക്കണമെന്നതാണ്. അപ്പോൾ NDA മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ താൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും UDFിൽ നിന്ന് അകലം പാലിക്കുന്നു, UDFിലേക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ NDAക്കകത്ത് തനിക്ക് കൂടുതൽ പരിഗണന കിട്ടണം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അർഹമായ പരിഗണന കിട്ടണം എന്ന സന്ദേശം തന്നെയാണ് ഇതുവഴി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ NDA നേതൃത്വം